എൻ്റെ ഈ ഒരൊറ്റ വീഡിയോയുടെ വാച്ച് ടൈം 7000 മണിക്കൂറാണ്. പലർക്കും വാച്ച് ടൈം കൂട്ടാനുള്ള ഈ ട്രിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്നത്. എന്നാൽ ഞാൻ ഉപയോഗിച്ച ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്നെപ്പോലെ നിങ്ങൾക്കും 4000 മണിക്കൂർ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. 100% വർക്കിംഗ് ആണ്. ആൻഡ് ഇത് വെച്ച് എൻ്റെ ചാനലിൻ്റെ മൊത്തം വാച്ച് ടൈം 35,000 മണിക്കൂറിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് ഈ ലോങ് വീഡിയോസിൻ്റെ വാച്ച് ടൈം മാത്രം 25,000 മണിക്കൂറുണ്ട്. ബാക്കിയുള്ള 10,000 മണിക്കൂർ ഷോർട്സിൻ്റെ ആണ്. സോ നിങ്ങൾക്ക് ആ ട്രിക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എങ്കിൽ വീഡിയോ ഈ ഭാഗത്തോട്ട് കണ്ടാൽ മതി. എന്നാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ എൻ്റെ കൂടി ഈ വീഡിയോ ഫുള്ള് കാണുക. ആദ്യം വാച്ച് ടൈം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വ്യൂവേഴ്സ് ചിലവാക്കിയ മുഴുവൻ സമയത്തെയാണ് വാച്ച് ടൈം എന്ന് പറയുന്നത്. ഈ വാച്ച് ടൈം തന്നെ 3 രീതിയിലുണ്ട്. വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ്, വാച്ച് ടൈം ഇൻ മിനിറ്റ്സ്, വാച്ച് ടൈം ഇൻ അവേഴ്സ്. അതായത് ഇപ്പോൾ ഒരു മണിക്കൂറിനെ തന്നെ നമുക്ക് 3 രീതിയിൽ പറയാൻ പറ്റുമല്ലോ. 1 മണിക്കൂർ, അല്ലെ 60 മിനിറ്റ്, ഇനി അതും അല്ലെങ്കിൽ 3600 സെക്കൻഡ്സ് എന്നൊക്കെ പറയാം. ആൻഡ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്നല്ലേ? ഇതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സോ വാച്ച് ടൈമിനെ മണിക്കൂറിലാക്കിയത്, മിനിറ്റിലാക്കിയത്, സെക്കൻഡ്സിലാക്കിയത്. വാച്ച് ടൈം മണിക്കൂറിലാക്കിയത് മോണിറ്റൈസേഷൻ ഉപയോഗിക്കും. വാച്ച് ടൈം മിനിറ്റിലാക്കിയത് യൂട്യൂബ് മെയിൽ അയക്കുമ്പോൾ കാണിക്കും. ഇനി വാച്ച് ടൈം സെക്കൻഡ്സിലാക്കിയത് എന്തിനുപയോഗിക്കുമെന്ന് ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതിൽ നമുക്ക് വേണ്ടത് വാച്ച് ടൈം ഇൻ അവേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കണേ, നമ്മൾ ബാക്കിയുള്ളത് കൂടി എന്താണെന്ന് മനസ്സിലാക്കണം. സോ യൂട്യൂബ് ഇതൊക്കെ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോ ഇട്ടു. ഇതിന് 6 വ്യൂസ് കിട്ടി. ഈ 6 പേരും ആ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങളുടെ വാച്ച് ടൈം ആകും 1 മണിക്കൂർ. അതായത് ഈ വീഡിയോ 10 മിനിറ്റ് ലെങ്ത് ഉള്ളതാണ്. സോ 6 പേര് 10 മിനിറ്റ് വെച്ച് കണ്ടാൽ വാച്ച് ടൈം 60 മിനിറ്റ് ആകും. പക്ഷേ ഒരു വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും അത് ആദ്യം തൊട്ട് അവസാനം വരെ കാണത്തില്ല. അതുകൊണ്ട് ശരിയായിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് വേറൊരു രീതി ഉപയോഗിക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വാച്ച് ടൈം സെക്കൻഡ്സിലാക്കിയത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇതിന് യൂട്യൂബ് ഉപയോഗിക്കുന്നത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അഥവാ AVD ആണ്. സോ സെക്കൻഡ്സിലാക്കിയ ആവറേജ് വ്യൂ ഡ്യൂറേഷനും ടോട്ടൽ വ്യൂസും ഗുണിച്ചാൽ വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു വീഡിയോയ്ക്ക് മൊത്തം 100 വ്യൂസ് കിട്ടി. അതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ആണെങ്കിൽ 1 മിനിറ്റും 15 സെക്കൻഡ്സും ആണ്. ഇപ്പോൾ ഈ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉള്ളത് മിനിറ്റിലാണ്. ഇനി ഇതിനെ സെക്കൻഡ്സിലേക്ക് ആക്കണം. ആൻഡ് അന്നേരം 75 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ് എന്നത് ആവറേജ് വ്യൂ ഡ്യൂറേഷനായ 75 സെക്കൻഡ്സും ടോട്ടൽ വ്യൂസായ 100ഉം തമ്മിൽ ഗുണിക്കുന്നതാണ്. അത് ഗുണിക്കുമ്പം 7500 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ആ 100 പേര് ചിലവാക്കിയ സമയം 7500 സെക്കൻഡ്സ് ആണ്. ഇതാണ് വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ്. ഇനി വാച്ച് ടൈം ഇൻ മിനിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പറയാം. വാച്ച് ടൈം ഇൻ സെക്കൻഡ്സിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാച്ച് ടൈം ഇൻ മിനിറ്റ്സ് കിട്ടും. അതായത് 7500നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 125 എന്ന് കിട്ടും. ഇതാണ് ആ വീഡിയോയുടെ വാച്ച് ടൈം ഇൻ മിനിറ്റ്സ്. ഇനി വാച്ച് ടൈം ഇൻ അവേഴ്സ് കണ്ടെത്താൻ ഈ വാച്ച് ടൈം ഇൻ മിനിറ്റ്സിനെ വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന് 125നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2.08 മണിക്കൂർ എന്ന് കിട്ടും. ഇതാണ് വാച്ച് ടൈം ഇൻ അവേഴ്സ്. ഈ രീതിയിലാണ് യൂട്യൂബ് വാച്ച് ടൈം കൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷനും അതിൻ്റെ ടോട്ടൽ വ്യൂസും തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ മതി. ഇനി ഞാനിപ്പോൾ പറഞ്ഞതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ 1 മിനിറ്റ് 15 സെക്കൻഡ്സ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉള്ളൊരു വീഡിയോയ്ക്ക് 100 വ്യൂസ് കിട്ടിയപ്പോൾ അതിന് വാച്ച് ടൈം ആയിട്ട് 2.08 മണിക്കൂർ കിട്ടി. ഇതിനെ മിനിറ്റിലാക്കിയാൽ 125 മിനിറ്റും സെക്കൻഡ്സിലാക്കിയാൽ 7500 സെക്കൻഡ്സുമാണ്. എന്ന് വെച്ചാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇൻ്റെ വ്യൂസ് ആണ് വാച്ച് ടൈം. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ സെക്കൻഡ്സിലാണേ വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ് കിട്ടും. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ മിനിറ്റിലാണേ വാച്ച് ടൈം ഇൻ മിനിറ്റ്സ് കിട്ടും. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ മണിക്കൂറിലാണേ വാച്ച് ടൈം ഇൻ അവേഴ്സ് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞതിനെ ഞാൻ വ്യക്തമായിട്ട് പറയാൻ പോയാൽ നിങ്ങൾ കുറച്ച് മുമ്പ് മനസ്സിലാക്കിയത് കൂടി മറന്നുപോകും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലുതായിട്ട് പറയാതെ നമുക്ക് ബാക്കി പറയാം. സോ ഇതോടുകൂടി ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വെച്ചാണ് വാച്ച് ടൈം കണ്ടെത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഈ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എങ്ങനെയാണ് കണക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞ് ക്ലിയർ ആക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു 4 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോയ്ക്ക് 100 വ്യൂസ് കിട്ടി. വീഡിയോയുടെ ലെങ്ത് 4 മിനിറ്റ് ആണ്. പക്ഷേ ആ 100 പേരും 2 മിനിറ്റ് കണ്ടിട്ട് നിർത്തിപ്പോയാൽ നിങ്ങളുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ആകും 2 മിനിറ്റ്. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണത്തില്ല. ചിലർ ഫുള്ള് കാണും, ചിലർ പകുതിക്ക് വെച്ച് നിർത്തും, ചിലർ തുടങ്ങുമ്പോഴേ നിർത്തിപ്പോകും. സോ ഇതിനൊരു എക്സാമ്പിൾ ഒന്ന് ക്ലിയർ ആക്കാം. നിങ്ങൾ 4 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോ ഇട്ടു, ഇതിന് 100 വ്യൂസ് കിട്ടി. എന്നാൽ വീഡിയോ തുടങ്ങി 1 മിനിറ്റ് ആയപ്പം 20 പേര് നിർത്തിപ്പോയി. എന്ന് വെച്ചാൽ 80 പേര് മാത്രമേ ബാക്കിയുള്ള വീഡിയോ കാണുന്നുള്ളൂ. പക്ഷേ 2 മിനിറ്റ് ആയപ്പം വീണ്ടും 20 പേര് നിർത്തിപ്പോയി. സോ 60 പേരാണ് ഇപ്പോഴാ വീഡിയോ കാണുന്നത്. ഇനി 3 മിനിറ്റ് ആയപ്പം വീണ്ടും 20 പേര് നിർത്തിപ്പോയി. അങ്ങനെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ 40 പേര് മാത്രമേ കണ്ടോളൂ.
ബാക്കി 60 പേര് പല സമയത്തായിട്ട് നിർത്തിപ്പോയി. ഇങ്ങനെ വരുമ്പം 40 പേര് 4 മിനിറ്റുള്ള വീഡിയോ ഫുള്ള് കണ്ട്. 4 മിനിറ്റ് എന്നാൽ 240 സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ 240 × 40 കാണണം. അടുത്ത 20 പേര് 3 മിനിറ്റ് കണ്ട്. 3 മിനിറ്റ് എന്നാൽ 180 സെക്കൻഡ് ആണ്. സോ 180 × 20. വീണ്ടും 20 പേര് 2 മിനിറ്റ് കണ്ട്. 2 മിനിറ്റ് എന്നാൽ 120 സെക്കൻഡ് ആണ്. അപ്പോൾ 120 × 20. ലാസ്റ്റ് 20 പേര് 1 മിനിറ്റ് കണ്ട്. 1 മിനിറ്റ് എന്നാൽ 60 സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ 60 × 20 കാണണം. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം കൂടി ഗുണിച്ചിട്ട് കൂട്ടണം. സോ ഇതിനേക്ക് ഒന്ന് മാറ്റി കൂട്ടി കാണിക്കാം. 40 പേര് 240 സെക്കൻഡ് കണ്ട്. അപ്പോൾ 9600 സെക്കൻഡ് എന്ന് കിട്ടും. 20 പേര് 180 സെക്കൻഡ് കണ്ട്. അത് 3600 എന്ന് കിട്ടും. വേറെ 20 പേര് 120 സെക്കൻഡ് കണ്ട്. അത് 2400 എന്ന് കിട്ടും. ലാസ്റ്റ് വേറെ 20 പേര് 60 സെക്കൻഡ് കണ്ട്. അത് 1200 എന്ന് കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം കൂടി കൂട്ടുന്നതാണ് വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ്. അതായത് ആ വീഡിയോയുടെ വാച്ച് ടൈം ഇൻ സെക്കൻഡ്സ് എന്നത് ഇതെല്ലാം കൂടി കൂട്ടി കിട്ടിയ 16800 ആണ്. നിക്ക് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഈ 16800 വാച്ച് ടൈം ആണ്, അല്ലാതെ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ അല്ല. എന്ന് വെച്ചാൽ എൻ്റെ 4 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടി 100 പേര് ചിലവാക്കിയ ടൈമാണ് 16800 സെക്കൻഡ്. ഇനി ഇതിൽ നിന്ന് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ കണ്ടെത്താൻ വാച്ച് ടൈം ഇൻ സെക്കൻഡ്സിനെ ടോട്ടൽ വ്യൂസ് വെച്ച് ഹരിച്ചാൽ മതി. സോ 16800നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് 168 സെക്കൻഡ്. ഇതാണ് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ ഇൻ സെക്കൻഡ്സ്. ഇനി ആവറേജ് വീഡിയോ ഡ്യൂറേഷനെ മിനിറ്റിലാക്കാൻ 168നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2.8 മിനിറ്റ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 2 മിനിറ്റും 48 സെക്കൻഡും. ഇതാണ് ആ വീഡിയോയുടെ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ. ഇങ്ങനെയാണ് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും, ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ വെച്ചല്ലേ വാച്ച് ടൈം കണ്ടുപിടിച്ചേ, പിന്നെ അങ്ങനെ വാച്ച് ടൈം വെച്ച് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ കണ്ടെത്തുന്നതെന്ന്. ന്യായമായ ചോദ്യമാണ്. എന്നാൽ ഇതിന് കാരണം ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നതാണ്. അതായത് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ, വാച്ച് ടൈം, വ്യൂസ്, ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഇനി ഇതിൻ്റെ ഒന്നിൻ്റെയും കൂടെ കയറാതെ സൈഡിലുള്ളൊരു സാധനമാണ് ഓഡിയൻസ് റിട്ടൻഷൻ. അതായത് ഇതിൻ്റെ കൂടെ തന്നെ കൗണ്ട് ചെയ്യുന്നൊരു സാധനമാണ്. സോ ഓഡിയൻസ് റിട്ടൻഷൻ യൂട്യൂബ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്നും കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നോ, 4 മിനിറ്റ് വീഡിയോ 40 പേര് ഫുള്ള് കണ്ടു, 60 പേര് പല സമയത്ത് നിർത്തിയെന്ന്. അതേ രീതി തന്നെയാണ് ഓഡിയൻസ് റിട്ടൻഷൻ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ഫസ്റ്റിലത്തെ 1 മിനിറ്റ് 100 പേരും കണ്ട്, സോ 100%. അടുത്ത 2 മിനിറ്റ് ആയപ്പം 80 പേരായി, അപ്പോൾ 80%. പിന്നെ അത് 60 ആയി, അതുകൊണ്ട് തന്നെ 60%. ഇനി ലാസ്റ്റ് 40 ആയി, എന്ന് വെച്ചാൽ 40%. ഇനി ഇതിൻ്റെ മീനാണ് ഓഡിയൻസ് റിട്ടൻഷൻ. സോ 100ഉം 80ഉം 60ഉം 40ഉം കൂടി കൂട്ടിയിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 70 എന്ന് കിട്ടും. ഈ 70ആണ് ആ 4 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ. ഇവിടെ ഈ 4 എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഇത് മൊത്തം 4 എണ്ണം ഉണ്ടായിരുന്നു എന്നതാണ് ആൻസർ. അതായത് ഇതിൻ്റെ കൂടെ ഒരു 90% കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 4ന് പകരം 5 ആയേനെ. ഇത് വെച്ചാണ് ചെയ്തത്, മനസ്സിലായല്ലോ. സോ വാച്ച് ടൈം എന്താണ്, ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ എന്താണ്, ഓഡിയൻസ് റിട്ടൻഷൻ എന്താണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കൂട്ടുന്നത് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ ആണ് എന്നതാണ്. കാരണം ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ കൂടിയാൽ വാച്ച് ടൈം ആൻഡ് ഓഡിയൻസ് റിട്ടൻഷൻ കൂടും. ഇത് കൂടിയാൽ വ്യൂസും കൂടും. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. നിങ്ങളെ കൊണ്ട് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ 1 മിനിറ്റ് എത്തിക്കാൻ പറ്റിയാൽ 2,40,000 വ്യൂസ് മതി 4000 മണിക്കൂർ കംപ്ലീറ്റ് ആകാൻ. എന്നാൽ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ 2 മിനിറ്റ് എത്തിച്ചാൽ 1,20,000 വ്യൂസ് മതി 4000 മണിക്കൂർ കംപ്ലീറ്റ് ആകാൻ. ഇനി ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ 3 മിനിറ്റ് ആയാൽ വെറും 9000 വ്യൂസ് മതി 4000 മണിക്കൂർ കംപ്ലീറ്റ് ആകാൻ. ഇതുപോലെ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ എത്രത്തോളം കൂട്ടുന്നോ അത്രയും കുറവ് വ്യൂസ് മതി നിങ്ങൾക്ക് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ. ഞാനിത് ഈ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ 5 മിനിറ്റ് എത്തിച്ചുകൊണ്ട് 48,000 വ്യൂസിൽ എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. ഇതിലെന്താണ് ട്രിക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ് ട്രിക്ക്. അതായത് ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോ തുറന്ന് നിങ്ങൾ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ കൂട്ടുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എൻ്റെ വീഡിയോയുടെ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ 1 മിനിറ്റ് ആണെന്ന് വെച്ചോ. ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൽ ഇതിനെ 2 മിനിറ്റ് എത്തിക്കാൻ ശ്രമിക്കണം. ഇനി 1 അല്ല 2 മിനിറ്റ് ആണ് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ എങ്കിൽ അതിനെ 3 മിനിറ്റ് എത്തിക്കാൻ നോക്കണം. 3 മിനിറ്റ് ആണ് 4 മിനിറ്റ് ആക്കാൻ നോക്കണം. 4 മിനിറ്റ് ആണ് 5 മിനിറ്റ് ആക്കാൻ നോക്കണം. ആൻഡ് അതങ്ങനെ പോകും. ഇതുവഴി നിങ്ങൾക്ക് ഇനി വാച്ച് ടൈം നേരത്തേക്കാളും ഈസി ആയിട്ട് കൂട്ടാൻ പറ്റും. കാരണം മുമ്പ് നിങ്ങൾക്ക് എന്ത് കൂട്ടണം എത്ര കൂട്ടണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പം ആ കൂട്ടേണ്ട സാധനം ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ ആണെന്നും എത്ര കൂട്ടണമെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൂട്ടാൻ പഠിക്കുക. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. ഈ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആളുകൾ നിങ്ങളുടെ വീഡിയോ എത്ര നേരം കാണുന്നു എന്ന് കാണിക്കുന്ന ഒരു സാധനം. നിങ്ങൾക്കിത് കൂടുതലാണ് അതിൻ്റെ അർത്ഥം ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെ അവർക്ക് ആ ടൈപ്പ് വീഡിയോസ് ആവശ്യമാണ് എന്നതാണ്.
ഇനി ഇത് കുറവാണേ അതിൻ്റെ അർത്ഥം അവർക്ക് ആ വീഡിയോ ബോറടിച്ചു, അല്ലെ അവർക്ക് വേണ്ട രീതിയിലല്ല നിങ്ങൾ ആ വീഡിയോ ഉണ്ടാക്കുന്നത് എന്നതാണ്. സോ ഇത് കൂടണേ, ആളുകൾ നിങ്ങളുടെ വീഡിയോ കൂടുതൽ നേരം കാണണം. പോട്ടെ, നിങ്ങളുടെ വീഡിയോ അവർ ഫുള്ള് കണ്ടില്ലേലും പകുതി വരെയെങ്കിലും കാണാനുള്ള കാരണം കൊടുക്കുക. അവർക്ക് എന്തേലും അറിയണേ അതവർക്ക് വേണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കുക. ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ കൂട്ടാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതി വീഡിയോസ് ഇടാം, സ്റ്റോറി ടെല്ലിങ് പഠിക്കാം എന്നൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ വീഡിയോയ്ക്ക് 3K ലൈക്ക് കിട്ടിയാൽ ഞാൻ തന്നെ അതും പറഞ്ഞുതരാം. സോ ഈ വീഡിയോയെ ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബിൽ വ്യൂസ് വേണമെങ്കിലും വാച്ച് ടൈം വേണമെങ്കിലും കൂട്ടേണ്ടത് ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ ആണ്. ഇതൊരെണ്ണം കൂട്ടാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി 1000 വ്യൂസിന് യൂട്യൂബ് എനിക്ക് എത്ര രൂപ തരുമെന്ന് അറിയണമെങ്കിൽ ഇവിടെ തൊട്ടോ, അതല്ല ഷോർട്സിനെ കുറിച്ച് അറിയാനാണേ ഇവിടെ തൊട്ടോ. എവിടെ തൊട്ടാലും ഞാൻ അവിടെ കാണും. സോ വേഗം തൊട്ടോ.